അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ പോൺ സൈറ്റുകളൊക്കെ കാണുന്ന ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇവരെത്രമാത്രം അഡിക്റ്റ് ആവുന്നുവോ അത്രമാത്രം അവരുടെ കണ്ണും അവരുടെ അള്ളാഹുമായിട്ട് അവർ വിദൂരമാണ് എന്നുള്ളതാണ്. അവർ എത്രമാത്രം വിദൂരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിന്മ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സൃഷ്ടാവായ അള്ളാഹുവിനോട് വളരെ ദൂരത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പദവിയുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിനെ കാണുന്നതിനൊരു ഒരു അകലമുണ്ട് എന്നുള്ളതാണ്. ആ അകലത്തിൽ നിന്ന് വിദൂരമായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനത്തെ ആളുകൾ. അപ്പോൾ ഹറാമ് കാണുക എന്നുള്ളത് അത് മനസ്സിനെ അത് എന്താക്കുന്നതാണ്. ഇതിലേക്ക് ഇങ്ങനെ ഒരാഴ്ചയോളം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരാഴ്ചയോളം നമ്മൾ ഈ ഹറാമിൽ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ഫോൺ സൈറ്റിലായിട്ടും മറ്റുള്ളതിലൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ഹറാമായ വീഡിയോകൾ, ഹറാമായ സിനിമകൾ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ എന്താകും, നമ്മൾ അതിലേക്കട്ട് നയിക്കപ്പെടും. പിന്നെ അതൊരു തെറ്റല്ലാത്ത ഒരു തോന്നൽ വരികയാണ് മനസ്സിന്. എപ്പോഴും അതിലൊരു തൃപ്തി കാണുക, മനസ്സിനെ പോയി തൃപ്തി അടയുന്നൊരു അവസ്ഥ അതിലേക്കെത്തും. അങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നൊരവസ്ഥയിലേക്ക്, അത്രമാത്രം മോശപ്പെട്ട രീതിയിലേക്ക് എത്തും ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ്. ഇന്ത്യക്ക് തന്നെ അതിൽ കാണുന്നതിൻ്റെ 3-ാം സ്ഥാനമാണെന്നാണ്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വീഡിയോസുകൾ കാണുന്നതിൽ 3-ാം സ്ഥാനമാണ്. അപ്പോൾ അത്രമാത്രം മോശമായി കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും മോശത്തിലേക്ക് അതിലും വലിയ മോശമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. അപ്പോൾ ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹുമായുള്ള ആ കാണലിന് തടസ്സമാകുമെന്നുള്ളത്. നമുക്ക് അള്ളാഹുവിനെ കാണണ്ടേ, നമുക്ക് അള്ളാഹുവിനുമായി നമ്മൾ മുഖാത്തബ് ആ സംഭാഷണം നമുക്ക് നടത്തണ്ടേ. നമുക്ക് ഖൈർ മനസ്സിലാക്കുവാനും അതിൻ്റെ ആളുകളായി പ്രവർത്തിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.